കണ്ണൂർ വിഷൻ ബിഗ് ബ്രേക്കിംഗ്. മേലേച്ചുവ മേൽപ്പാല നിർമ്മാണ പദ്ധതി ഉപേക്ഷിക്കുന്നു. മേൽപ്പാല നിർമ്മാണം അശാസ്ത്രീയമെന്ന് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ വിളിച്ച വ്യാപാരികളുടെയും നാട്ടുകാരുടെയും യോഗത്തിൽ അഭിപ്രായം. ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിനെ അറിയിക്കുമെന്ന് എം.എൽ.എ. പറഞ്ഞു. തീരുമാനമാകുന്നതുവരെ പാലം നിർമ്മാണം നിർത്താൻ എം.എൽ.എയുടെ നിർദ്ദേശം. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മേലേച്ചുവ മേൽപ്പാല നിർമ്മാണ പദ്ധതി ഉപേക്ഷിക്കുന്നു എന്നൊരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, കണ്ണൂർ നഗരത്തിലേക്കും തിരിച്ചുമുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മേലേച്ചൊവ്വയിൽ മേൽപ്പാല നിർമ്മാണത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. 2 വർഷമായി നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. ഊരാളുങ്കലാണ് ടെൻഡർ ഏറ്റെടുത്തത്. അവരുടെ പൈലിംഗ് പ്രവൃത്തി ഉൾപ്പെടെ ഡ്രൈനേജിൻ്റെ പ്രവൃത്തി ഉൾപ്പെടെ ഏതാണ്ട് നടന്നു കഴിഞ്ഞു. ഇനി പാലം നിർമ്മാണത്തിൻ്റെ പ്രവൃത്തിയിലേക്കാണ് കടക്കേണ്ടത്. 2027 മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടന്നു വന്നിരുന്നത്. അതിനിടയിലാണ് ഈ സർക്കാരിൻ്റെ മാറ്റം. UDF അധികാരത്തിൽ വന്നത്. നേരത്തെ തന്നെ UDF ഈ പദ്ധതിക്ക് എതിരായിരുന്നു. ടി.ഒ. മോഹനൻ കണ്ണൂർ MLA അദ്ദേഹം നേരത്തെ തന്നെ ഇതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഈ പദ്ധതി കൊണ്ട് ഇവിടെ ഗതാഗത കുരുക്ക് പരിഹരിക്കപ്പെടില്ല എന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഉയർത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ ആശങ്ക, നാട്ടുകാരുടെ ആശങ്ക, ഇതൊക്കെ തന്നെ അദ്ദേഹം ആ ഘട്ടത്തിൽ ഉയർത്തിയിരുന്നതാണ്. ഇന്ന് MLA ഈ നാട്ടുകാരുടെ ഒരു യോഗം വിളിക്കുകയും ചെയ്തു. അതേ വികാരം തന്നെ, അതായത് നേരത്തെ ടി.ഒ. മോഹൻ ഉൾപ്പെടെയുള്ള UDFൻ്റെ നേതാക്കളെ എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെ വ്യാപാരികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 60ഓളം പേർ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തു. ആ പങ്കെടുത്ത ആളുകളൊക്കെ തന്നെ ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്ന ഒരു ആവശ്യം MLAയോട് പറയുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ ഇവിടെ നിർത്തിവെക്കണം എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 44 കോടിയിലധികം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രാരംഭമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ കണ്ണൂർ MLA അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ചേരുന്നുണ്ട്. ഈ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ അശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ തന്നെ താങ്കൾ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ ഇത് അശാസ്ത്രീയമാണ് എന്ന് ബോധ്യപ്പെടുകയാണോ? പദ്ധതി ഉപേക്ഷിക്കുകയാണോ? പദ്ധതി ഉപേക്ഷിക്കേണ്ടത് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്. ഇത് 2017 ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അന്ന് അണ്ടർപാസ്സാണ്. ഇത് ശാസ്ത്രീയമല്ല, ഇതുകൊണ്ട് ജനങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല എന്ന് ഞാനന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും ഈ നിർമ്മാണം കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതിരൂക്ഷമാണ്. എന്നാൽ നിർമ്മാണം പൂർത്തിയായാൽ ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടിന് പരിഹാരമുണ്ടാകും എന്നുള്ള വിശ്വാസവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണമായും അശാസ്ത്രീയമാണ്. ഈ പ്രദേശത്തെ മേലേച്ചുവ പ്രദേശത്തെ അല്ലെങ്കിൽ മേലേച്ചുവ പ്രദേശത്തൂടെ നടന്നു പോകുന്ന വാഹനത്തിൽ പോകുന്ന ഒരാളിനോട് ഈ റോഡ് വികസനവും ഈ ഫ്ലൈ ഓവറും അല്ലെങ്കിൽ മേൽപ്പാലവും സംബന്ധിച്ച കാര്യം ആരോട് ചോദിച്ചാലും, അത് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവുള്ളായാലും അതല്ല ഇതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഒരാൾ പോലും അനുകൂലിക്കാത്ത ഒരു മേൽപ്പാല നിർമ്മാണം. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും യോഗത്തിലും അതേ അഭിപ്രായം തന്നെയാണ് ഉയർന്നത്. ഞാനിപ്പോൾ പല വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതി ഉൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികൾ ഞാൻ MLA ആയതിനു ശേഷം എന്നെ വന്ന് കാണുകയും നിവേദനം തരികയൊക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചില ആശങ്കകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ കാണുകയും മന്ത്രിക്ക് ഇതിൻ്റെ ഒരു നിവേദനം കൊടുക്കുകയും ചെയ്തു. കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മന്ത്രി പറഞ്ഞത് എല്ലാവരെയും ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചു ചേർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യോഗം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ യോഗത്തിനകത്ത് ഞാൻ പറയുന്ന അഭിപ്രായം ഈ പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ യോഗം വിളിച്ചത്. ഇതിപ്പോൾ 10-60ഓളം ആളുകൾ പങ്കെടുത്തൊരു യോഗം അവിടെ ചേരുകയുണ്ടായി. ആ പങ്കെടുത്ത യോഗത്തിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി പറഞ്ഞത് ഇത് അനാവശ്യമാണ് എന്നുള്ളതാണ്. ഇത് അനാവശ്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്യും. ഈ നിർമ്മാണം കൊണ്ടുണ്ടാകുന്ന രൂക്ഷമായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഈ നിർമ്മാണം നിർത്തിവെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നിർമ്മാണത്തിന് വേണ്ടി നടത്തിയ എക്വിസിഷൻ പ്രവൃത്തി, ആ എക്വിസിഷൻ നടത്തിയ സ്ഥലം ഉപയോഗപ്പെടുത്തിയാൽ തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വാഹന ഗതാഗതവും കാൽനട യാത്രയും സുഗമമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതുപണം, ജനങ്ങളുടെ പണം അനാവശ്യമായി ചെലവഴിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങൾക്ക് ദുരിതമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടുത്തെ ഈ പാലം ഇവിടെ ആവശ്യമില്ല എന്ന നാട്ടുകാരുടെ ഈ കാര്യം മന്ത്രി അറിയിക്കും. തീർച്ചയായിട്ടും ഒരു യോഗം വിളിക്കാമെന്ന് മന്ത്രി പറഞ്ഞല്ലോ. ആ യോഗത്തിനകത്ത് വെച്ച് മന്ത്രി അക്കാര്യം ബോധ്യപ്പെടുത്തും. ഒരു ടെക്നിക്കൽ ടീം നമ്മളായിട്ട് ഏത് വികസനത്തിനും എതിരല്ല, പക്ഷേ ആ വികസനം എന്ന് പറയുന്നത് ആ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം. അതല്ലാതെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കാട്ടിക്കൂട്ട് വികസനം, ആ വികസനം നടത്തിയതിന് ശേഷം കാലങ്ങൾ കഴിയുമ്പോൾ അതൊരു ദുരിതമായി ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാൻ ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ? ഇതിൻ്റെ പ്രവൃത്തിയൊക്കെ ഏതാണ്ട് നടക്കുകയാണ്, പാലത്തിൻ്റെ പ്രവൃത്തിയൊക്കെ നടക്കുകയാണ്. ഇനി പിന്മാറുക എന്ന് പറയുന്നത് പ്രായോഗികമാണോ? ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യമാകുന്ന ഒരു വസ്തുതയിൽ ഇതുകൊണ്ട് ഗുണമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജനതാൽപര്യം മുൻനിർത്തി അത് ഉപേക്ഷിക്കുന്നതിൽ എന്താണ് തടസ്സം? അപ്പം അത് നിർമ്മാണം നടത്തിയ ആളുകൾക്ക് അതുവരെയുള്ള തുക, ആ ചെലവ് അത് കാൽക്കുലേറ്റ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്യുന്നതിന് പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ നടന്ന സ്ഥിതിക്ക് ഇപ്പോൾ അവരോട് പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അന്തിമ തീരുമാനമാകുന്നത് വരെ പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് മന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മന്ത്രി വിളിക്കുമ്പോൾ കേവലം രാഷ്ട്രീയക്കാരെ മാത്രമല്ല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ വിളിക്കണം. ഞാൻ പറയുന്നത് ഒരു വികസന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടത്തുമ്പോൾ ആ വികസന പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക്, നാടിന് ഉണ്ടാകുന്ന ഗുണവും അതുപോലെ തന്നെ ദോഷവും ചർച്ച ചെയ്യണം. ആ ഗുണവും ദോഷവും ചർച്ച ചെയ്തതിന് ശേഷം ഗുണമാണ് കൂടുതലെങ്കിൽ അത് മറ്റുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിയണം. അല്ല, ദോഷമാണ് കൂടുതലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന വികസനം? അതുകൊണ്ട് എന്താണ് ഗുണം? ഒരുപാട് നൂറുകണക്കിന് വ്യാപാരികൾ അവരുടെ ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവരൊക്കെ വഴിയാധാരമായി. ഏതായാലും അത് എക്കോസെഷൻ നടന്നു. അവിടെ റോഡ് വീതി കൂട്ടിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും മട്ടന്നൂർ ഭാഗത്തേക്ക് ഫ്രീ ലെഫ്റ്റായി വാഹനങ്ങൾ പോകാൻ പറ്റിയ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് ഫ്രീ ലെഫ്റ്റായി പോകേണ്ട സൗകര്യം കൂടി ഉണ്ടാക്കിയാൽ ഇപ്പോൾ സ്ഥലം ലഭ്യമാണ്. മേലെ ചൊവ്വയിൽ ഗതാഗത കുരുക്കുണ്ടാവില്ല. എടുത്തു പറയാൻ കഴിയും. നമുക്ക് കാണാൻ പോകുന്നൊരു കാര്യമാണ്, അത് പറഞ്ഞറിയിക്കണ്ട. അപ്പോൾ ഇത് ചില നിർദ്ദേശങ്ങൾ ചില കോണിൽ നിന്ന് കൊടുത്തപ്പോൾ അത് ഉത്തരവാദപ്പെട്ട ടെക്നിക്കലായ ആളുകൾ അത് അവരെ ബോധ്യപ്പെടുത്താൻ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് പകരം അത് അവർക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു ദുരവസ്ഥക്ക് കാരണം. അതിന് വലിയ നഷ്ടമാണ് നമുക്ക് സർക്കാരിന് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഇത് പൂർണ്ണമായി ഒരു വിശകലനം നടത്തി പുനഃപരിശോധന നടത്തി ബുദ്ധിമുട്ടുണ്ടെന്ന് ബോധ്യമാകുന്നെങ്കിൽ ഉപേക്ഷിക്കണം. അതല്ല, ഇത് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകുന്ന മാർഗമുള്ളൂ എന്ന് പറഞ്ഞാൽ തുടരുന്നതിന് ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല. ഞങ്ങൾ ഈ പദ്ധതിക്കല്ല എതിര്. ഇവിടെ ഇന്ന് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ അത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങൾ ജനങ്ങൾ പറഞ്ഞപ്പോൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള റിസൾട്ടാണ് അവിടെ പങ്കുവെച്ചത്. നമ്മളോടൊപ്പം ഈ മേലച്ചൊവ്വയിലെ വ്യാപാരി മോഹനൻ കൂടി ചേരുകയാണ്. അപ്പോൾ നിങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ്. ഇപ്പോൾ ഈ മേൽപ്പാലം അനാവശ്യം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉപേക്ഷിക്കണം എന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? അതെ, നമ്മുടെ അഭിപ്രായം ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ്. നമ്മൾ അണ്ടർപാസ് ഇവിടെ പാസ്സായ ശേഷം തന്നെ അണ്ടർപാസ് ഇവിടെ നടക്കൂല എന്ന് നമ്മൾ പറഞ്ഞു. 1.5 മീറ്റർ വ്യാസമുള്ള 2 പൈപ്പുണ്ട് വാട്ടർ അതോറിറ്റി. മേൽപ്പാലം വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ താഴെ ചൊവ്വന്ന് വരുന്ന വണ്ടി മേലോട്ട് കയറൂല, ലോഡും വണ്ടി കയറൂല. അന്നേരം അത് ഒരു ഭയങ്കര വിഷമമായിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ മേലച്ചുവ ജംഗ്ഷനിൽ ഒരു റൗണ്ടപ്പ് വെച്ചാൽ തന്നെ ഇവിടുത്തെ ഇന്നത്തെ നിലയിൽ ഒരു 4 വരി റോഡിൻ്റെ സൗകര്യം ഇവിടെ ഉണ്ട്. അതെ, മേൽപ്പാലം വേണ്ട. ഇത്രയും പ്രവൃത്തി ഇവിടെ നടന്നല്ലോ. അല്ല, ഇത്രയും ഇതിൻ്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ ഒരു 10% പ്രവൃത്തി മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഇതിപ്പോൾ 2 വർഷമായി ഇത് തുടങ്ങിയിട്ട്. അതിൻ്റെ റോഡിൽ ഇത് ഓവുചാലിൻ്റെ പണി പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഡ്രൈവറാണോ? ഓട്ടോ ഡ്രൈവർ. എന്താണ് മേൽപ്പാലം വേണം എന്നാണോ വേണ്ട തന്നെയാണ് നമ്മൾ തുടക്കം പോലെ ഇവിടെ വ്യാപാരി വ്യവസായികളും ഓട്ടോ തൊഴിലാളിയും ഇവിടുത്തെ എല്ലാവരും തീരുമാനിച്ചിട്ട് സമരം സംഘടനയെല്ലാം നടത്തിയതാണ്. എന്നിട്ട് ഒരു തീരുമാനമാകാതെ ഏതോ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശത്തോട് കൂടി അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മേൽപ്പാലമാണ് ഇത്. ജനങ്ങൾക്കോ ഇവിടുത്തെ വ്യാപാരികൾക്കോ മറ്റ് നമുക്ക് ഓട്ടോ ഡ്രൈവർമാർക്കോ ഇവിടുത്തെ നാട്ടുകാർക്കോ ആർക്കും ഈ മേൽപ്പാലം കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നു. മേൽപ്പാലം വേണ്ട എന്ന് തന്നെയാണോ? വേണ്ടെന്ന് തന്നെ നമ്മളെ അഭിപ്രായം. എന്താന്ന് വൺ വേ എന്നാ പറയുന്നത് കേട്ടത്. വൺ വേനെ കൊണ്ട് എന്താ കാര്യം? ഇത് വൺ സൈഡ് മാത്രം എന്നാ പറയുന്നത്. ഇത് പറയുന്നത്
മറ്റേ ഇത് ആർക്കോ വേണ്ടിട്ട്, ഇത് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ പദ്ധതികൾ ഗവൺമെന്റ് ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ്. ഉപേക്ഷിക്കാൻ 100% ഉപേക്ഷിക്കും, 101%. മൊത്തം ഒഴിവാക്കിയിട്ട് മൊത്തം ഫുൾ താറങ്ങി ഇപ്പം വീതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം താറങ്ങി ചെയ്താൽ തന്നെ അവിടെ ആ ടേണിങ്ങിനും മുണ്ടയുടെ അവിടെ ഒരു സർക്കിളും കൂടെ വെച്ച് കഴിഞ്ഞാൽ തീർക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയരുകയാണ്. MLA വിളിച്ച ഈ യോഗത്തിൽ ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ, വ്യാപാരികൾ ഉൾപ്പെടെ, നാട്ടുകാരുൾപ്പെടെ എല്ലാവരും ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ ഊരാളുങ്കലിനോട് ഈ പ്രവൃത്തി നിർത്തിവെക്കണം എന്ന ഒരു നിർദ്ദേശം അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകുന്ന ഒരു കാര്യം തന്നെയായി ഇത് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങളിൽ ഒന്നായി എടുത്തുകാട്ടിയ പദ്ധതിയാണ് ഈ മേലെ ചൊവ്വയിലെ മേൽപ്പാലം നിർമ്മാണ പദ്ധതി. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊരാളുങ്കൽ നടത്തിക്കൊണ്ട് വരികയാണ്. മേൽപ്പാലം നിർമ്മാണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി തന്നെ ഇതിൻ്റെ ഭീമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ പൈലിംഗ് ഉൾപ്പെടെ എല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുന്നത്. സർക്കാർ മാറിയതോടുകൂടി ഈ കാര്യത്തിൽ ഒരു തീരുമാനം വരികയാണ്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വ്യാപാരികൾ, നാട്ടുകാരൊക്കെ തന്നെ പ്രക്ഷോഭം നടത്തിയിരുന്നതാണ്. ഇവിടുത്തെ വ്യാപാരികളെ, നിരവധി വ്യാപാരികളെ ഇവിടെ നിന്നും ഒഴിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ, പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്കൊക്കെ സാമ്പത്തിക സഹായമൊക്കെ നൽകിയാണ് ആ പ്രതിസന്ധി അവസാനിപ്പിച്ചത്. മന്ത്രിയായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നായി എടുത്തുകാട്ടിക്കൊണ്ടിരുന്ന LDF എടുത്തുകാട്ടിയ ഒരു പദ്ധതി കൂടിയാണ് ഈ മേൽപ്പാലം നിർമ്മാണ പദ്ധതി എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനാണിപ്പോൾ കത്തി വീഴാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രവൃത്തി നിർത്തിവെക്കണം എന്ന ഒരു ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MLA നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. MLA പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മേൽപ്പാലം വേണം എന്നാണ് ഒരു ശാസ്ത്രീയമായ പഠനത്തിൽ കണ്ടെത്തുന്നതെങ്കിൽ അത് വരട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ വേണ്ട എന്നാണെങ്കിൽ അത് ഉപേക്ഷിക്കുക തന്നെ വേണം. ഇതുവരെ ഊരാളുങ്കലിന് കൊടുത്ത പണം, അത് അവരെടുത്ത പ്രവൃത്തിയുടെ പണം എത്രയാണോ അത് കൊടുത്തുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ സംസാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും മേൽപ്പാലം നിർമ്മാണത്തിൻ്റെ പ്രവൃത്തി നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശം MLA നൽകിയിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ ഒരു തീരുമാനമായി വരുമോ എന്ന് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കൃഷ്ണേന്ദു.